ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻ്റെ നാവിൽ നിന്നും വീണ ആ ഒരു കാര്യം കണ്ണൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. അതായത് എൻ്റെ അടുത്ത് ഒരു ടിപ്പർ ഉണ്ടെന്നും, കൊലയാളി ടിപ്പർ എന്നാണ് ഞാനതിന് പേരിട്ടിരിക്കുന്നത്, ആരുടെയെങ്കിലും ദേഹത്തെ ഇടിച്ചു കയറ്റി കൊല്ലാനായിട്ട് ആ ടിപ്പറിന് പറ്റും എന്നെല്ലാം പ്രതാപൻ പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് മുൻപ് ആ കോരിച്ചൊരിയുന്ന മഴയത്ത് എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും ദേഹത്തേക്ക് ഇടിച്ചു കയറ്റിയത് അങ്ങനെ ഒരു ടിപ്പറായിരുന്നു. അന്ന് റോഡിൽ CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ടിപ്പർ കണ്ടെത്താനും കഴിഞ്ഞില്ല. പ്രതാപനും ഒരു കൊലയാളിയുടെ മനസ്സാണുള്ളത്. മാത്രമല്ല, മഹി പറയുന്നത് പോലെ അമ്മാവനും പ്രതാപനും തമ്മിൽ വർഷങ്ങളായിട്ട് അടുത്ത സുഹൃത്തുക്കളാണ്. ഇനി അമ്മാവൻ കൊട്ടേഷൻ കൊടുത്ത് പ്രതാപനായിരിക്കുമോ അച്ഛൻ്റെ ജീവൻ എടുത്തത്? മാത്രമല്ല, അന്ന് കമ്പനിയിലെ ക്രമക്കേട് കണ്ടെത്തി ആ ദിവസം തന്നെയാണ് അച്ഛൻ അമ്മാവനെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയത്. അമ്മാവൻ അയാളുടെ പെങ്ങളെ എൻ്റെ അച്ഛൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മനസ്സിൽ സംശയങ്ങൾ കൂടി വരികയാണെന്നെല്ലാം കണ്ണൻ സ്വയം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാനായിട്ട് മഹി ശ്രമിക്കുന്നുണ്ട് എന്നറിയുന്ന പ്രതാപനും മുത്തശ്ശിയും വീണ്ടും മഹാലക്ഷ്മി കുഞ്ഞുമായിട്ട് കമലേശ്വരത്തേക്ക് തന്നെ തിരികെ വരുമോ എന്നുള്ള ഒരാശങ്കയിലാണ്. അതിനുശേഷം കാണിക്കുന്നത് കരുണാലയത്തിലെത്തുന്നു. അവിടെ വെച്ച് അമ്മയെ കാണുന്ന കരുണ നിങ്ങളുടെ മൂത്ത മോള് കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണേട്ടന് പക്ഷേ അവളുടെ പേര് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. നിങ്ങളോട് പറയാത്ത ഒരു രഹസ്യവും അവൾക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെല്ലാം മഹിയെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് കരുണ പറയുമ്പോൾ, എൻ്റെ മോള് ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ നിങ്ങളൊന്നും അധികം അഹങ്കരിക്കേണ്ട എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും വരാൻ പോകുന്നില്ല. കണ്ണേട്ടൻ നിങ്ങളുടെ മരുമകനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ അഹങ്കാരമായിരുന്നല്ലോ. കണ്ണേട്ടൻ ഇപ്പോൾ ഞങ്ങളുടെ പക്ഷത്താണ് എന്നെല്ലാം കരുണ പറയുമ്പോൾ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മോള് അച്ഛനോടും മുത്തശ്ശിയോടും ചോദിച്ചു നോക്ക്. അവർ പറഞ്ഞു വരും. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി കരുണയ്ക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കരുണ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അമ്മയോട് അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്തോ ഒരു രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, അച്ഛനും മുത്തശ്ശിയും അവളുടെയും അമ്മയുടെയും മുന്നിൽ പലപ്പോഴും പഞ്ചപുച്ഛം നടക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ കാര്യം അച്ഛാ, മുത്തശ്ശിയെങ്കിലും എന്നോട് പറയാനെല്ലാം കരുണ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. തുടർന്ന് പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്, ഇനി അത് ഞങ്ങൾ മോളിൽ നിന്നും മറച്ചു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എന്നായാലും മോളതറിയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞെട്ടിക്കുന്ന രഹസ്യം പ്രതാപൻ കരുണയെ അറിയിക്കുന്നു. അതായത് കണ്ണൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതും അതുപോലെ തന്നെ കണ്ണനെ വീൽചെയറിൽ തളർത്തിയിട്ടതിനും അതിന് കാരണക്കാരായ ഒരു ആക്സിഡൻറ്റ് നടത്തിയ ടിപ്പർ ലോറി ഇടിച്ച് അവരുടെ ദേഹത്തേക്ക് കയറ്റിയത് പ്രതാപനാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന രഹസ്യം കരുണയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതും ഞെട്ടിത്തെറിച്ച് നിന്ന് പോവാണ് കരുണ. തുടർന്ന് കരുണ പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയൊരു ഊരാക്കുടുക്കിലാണല്ലോ അച്ഛാ നമ്മൾ അച്ഛൻ ചെന്ന് പെട്ടിരിക്കുന്നത്. അച്ഛനെ പൂട്ടാൻ ഏറ്റവും വലിയൊരു തുറപ്പിച്ചിട്ടാണ് അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. കണ്ണേട്ടനെങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ജീവിതം ജയിലായിരിക്കും എന്ന് പറയുമ്പോൾ, അതാ മോളെ ഞങ്ങളാരും അവളെയും മോഹിനിയെയും അധികം ചൊടിപ്പിക്കാത്തത്. അതുകൊണ്ടുകൂടിയാണ് ഒരിക്കലും അവൾ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് ഇനി കടന്നു കയറാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാത്തതെന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. തുടർന്ന് കണ്ണനും സ്വാതിയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കണ്ണൻ്റെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. അതിനെ അവളെ ഇല്ലാതാക്കാനുള്ള വഴിയും ഞാൻ ആലോചിക്കുന്നുണ്ടെന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അതിനുശേഷം കണ്ണൻ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയത്തെക്കുറിച്ച് അനന്തുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വഴിയുണ്ട് കണ്ണാ. ചിലപ്പോൾ നിന്നോടും അച്ഛനോടും ഒക്കെ ചെയ്തതിൻ്റെ ആയിരിക്കും അയാളും വാമനും ആ മേഘനയൊക്കെ അനുഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. പക്ഷേ കണ്ണനാണെങ്കിൽ ഈ ഒരു സംശയത്തെക്കുറിച്ച് അനന്തുവിനോട് പറയുമ്പോൾ വഹിക്കാണെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് കേട്ടോ. കാരണം മഹാലക്ഷ്മിക്കാണെങ്കിൽ എതിര് പറയാനും കഴിയുന്നില്ല. താനാണ് അന്ന് പ്രതാപൻ്റെ കൂടെ ആ ടിപ്പറിൽ ഉണ്ടായിരുന്നത്, ആ ഒരു ആക്സിഡൻറ്റിന് താനും സാക്ഷിയായിരുന്നു എന്നുള്ളൊരു രഹസ്യം കണ്ണനോട് ഇതുവരെ മഹാലക്ഷ്മി തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ആ ഒരു രഹസ്യം താൻ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടന് തന്നോട് വെറുപ്പാകുമോ എന്നുള്ളൊരു പേടിയും വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാർക്കോയും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ മാർക്കോ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പ്രതാപൻ്റെ ഉടമസ്ഥതയിലുള്ള ആ ടിപ്പർ ലോറി കണ്ടെത്തുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഉടനെ തന്നെ മാർക്കോ ആ ഒരു ടിപ്പറിൻ്റെ ഫോട്ടോ എടുത്ത് കണ്ണൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടിപ്പറിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ അന്ന് തൻ്റെ ദേഹത്തേക്കും അച്ഛൻ്റെ ദേഹത്തേക്കും പാഞ്ഞു കയറി ആ ടിപ്പർ പ്രതാപൻ്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പറായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി കാര്യം പറയാനുണ്ടോ? പ്രതാപൻ തന്നെയാണ് തൻ്റെ ദേഹത്തേക്ക് ആ ഒരു കൊലയാളി, തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത കൊലയാളി പ്രതാപനാണ് എന്നുള്ള സത്യവും കണ്ണൻ അതോടുകൂടി തന്നെ തെളിവ് സഹിതം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മഹി പറയാതെ തന്നെ കണ്ണൻ ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്